എല്ലാവർക്കും നമസ്കാരം. എൻസൈക്കോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. തിരുവമ്പാടി ചന്ദ്രശേഖരനും മണ്ണാർക്കാട് ശശിയേട്ടനും ആനക്കേരളം കണ്ട മികച്ച കൂട്ടുകെട്ടുകളിൽ ഒന്ന്. തിരുവമ്പാടി ചന്ദ്രശേഖരനെ പറ്റി പറയുമ്പോൾ പൂരനഗരിയിലേക്ക് കടന്നു വന്ന മറുനാടൻ ആനച്ചന്തം. ഒരു സർക്കസ് കമ്പനിയിൽ നിന്നിരുന്ന ഇവനെ അവിടുന്ന് ഒരു സ്വകാര്യ വ്യക്തി വാങ്ങിച്ചു. തുടർന്ന് ഗോപി വാര്യർ ഇവനെ സ്വന്തമാക്കി പൂരനഗരിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. വാര്യരും കടുത്ത ആനപ്രേമിയുമായിരുന്ന ഡേവിസേട്ടൻ്റെയും കൈപിടിച്ച് ഇവൻ പൂരനഗരിയിലേക്ക് എത്തുമ്പോൾ നന്നേ ചെറുതാണ്. പലരും ഇവനെ കണ്ട് നെറ്റി ചുളിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവരെല്ലാവരും തന്നെ അംഗീകരിക്കുന്ന രീതിയിൽ പിന്നീട് വളർന്നു വന്നിട്ടുണ്ട് ചന്ദ്രശേഖരൻ. ഇവൻ പൂരനഗരിയിൽ എത്തിച്ചേരുമ്പോൾ പഴയ ചന്ദ്രശേഖരൻ ആന പൂരങ്ങളുടെ പൂരത്തിൻ്റെ അമരത്തുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അങ്ങനെ ചില്ലറ കൂട്ടാനയായും കുട്ടിശങ്കരനോടൊപ്പം എഴുന്നള്ളിപ്പുകൾ എടുത്തും ഇവൻ കഴിഞ്ഞു പോന്നു. ആദ്യത്തെ പൂരത്തിന് 14-മനായി അരങ്ങേറ്റം കുറിച്ച ചന്ദ്രശേഖരൻ്റെ വളർച്ച പിന്നീട് ഒരു വീരചരിതം പറയുന്ന പോലെയായിരുന്നു. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വലത്തേക്കൂട്ടായിരുന്നു കുട്ടൻകുളങ്ങര അർജുനൻ. ആ സ്ഥാനം പിന്നീട് ചന്ദ്രശേഖരൻ നേടിയെടുത്തു. ഈ ഗജലോകം കണ്ട അഴകിൻ്റെ തമ്പുരാൻ ശിവസുന്ദരൻ്റെ വലം കൂട്ടായി. ശിവന്റെ കാൽപാദം പതിഞ്ഞ മണ്ണുകളിൽ ശിവനോടൊപ്പം ചന്ദ്രശേഖരനും ഉണ്ടായിരുന്നു. കാലത്തിൻ്റെ വേർപാടിൽ ശിവൻ ഓർമ്മയായി മാറിയ കാലം വന്നു. അവിടെ തിരുവമ്പാടി ഉണ്ണിക്കണ്ണന് അലങ്കാരമായി 14-മനായി അരങ്ങേറ്റം കുറിച്ച ചന്ദ്രശേഖരൻ പൂരനായകനായി മാറി. വർഷങ്ങളോളം മംഗലാംകുന്ന് അയ്യപ്പൻ്റെ സാരഥിയായിരുന്ന മണ്ണാർക്കാട് ശശിയേട്ടനാണ് ഇന്ന് തിരുവമ്പാടി ചന്ദ്രശേഖരൻ്റെ സാരഥി. ഈ മികച്ച കൂട്ടുകെട്ടിന് എല്ലാവിധ ആശംസകളും നേരുന്നു. മറ്റൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി കാണാം എന്ന പ്രതീക്ഷയിൽ വിടവാങ്ങുന്നു. നന്ദി, നല്ല നമസ്കാരം.